ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മനൂസ് കേക്ക്സ് ആൻഡ് ഫുഡ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. 1 kg വെയിറ്റ് വരുന്ന വാനില കേക്കിൻ്റെ മേക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് 4 മുട്ടയും 1 നുള്ളുപ്പും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊന്ന് പതഞ്ഞു വരുമ്പോഴേക്കും ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞ നിറം മാറി വെള്ള നിറമാകുന്നത് വരെ തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ആവുമ്പോഴേക്കും ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് ബീറ്ററിൻ്റെ 1ാമത്തെ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റായി പോകണ്ട. ഇതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദ മിക്സ് കുറേശ്ശെ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. കൂടെ തന്നെ ഓരോ ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ 4 ടേബിൾ സ്പൂൺ പാലാണ് ആവശ്യമായിട്ട് വന്നത്. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് പാല് ചേർക്കാവുന്നതാണ്. ഒരു റിബൺ കൺസിസ്റ്റൻസി ആയിരിക്കണം ബാറ്ററിൻ്റേത്. ബാറ്ററൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. വാനില കേക്കിന് 2 ലെയർ കിട്ടത്തക്ക രീതിയിലും റെഡ് വെൽവെറ്റ് കേക്കിന് 1 ലെയർ കിട്ടത്തക്ക രീതിയിലും വേണം ബാറ്റർ ഡിവൈഡ് ചെയ്യാനായിട്ട്. 8 ഇഞ്ചിൻ്റെ പാൻ ബട്ടർ പേപ്പർ ഇട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് വാനില കേക്കിനുള്ള ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി റെഡ് വെൽവെറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ശരിയാക്കി എടുക്കാം. അതിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ആവശ്യത്തിന് റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടി ഒരു അരിപ്പയിലൂടെ അരിച്ച് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ അത് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബാറ്റർ കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇതും 8 ഇഞ്ചിൻ്റെ പാനിലേക്ക് ഒഴിച്ച് നന്നായി ടാപ്പ് ചെയ്ത് 2 കേക്കും ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. കേക്ക് 2ഉം ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. വാനില കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ മുകൾ ഭാഗം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് 1 ലെയറായിട്ട് തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കേക്ക് വെറ്റ് ചെയ്യുന്നതിനായിട്ട് 1 ഗ്ലാസ് തിളച്ച പാലിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കേക്ക് ബോർഡിലേക്ക് ഒരല്പം ക്രീം വെച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള വാനില കേക്ക് വെച്ച് കൊടുക്കാം. അത് നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. സിറപ്പ് തണുത്തതിന് ശേഷം മാത്രമേ കേക്കിൽ ചേർത്ത് കൊടുക്കാവൂ. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും സിറപ്പ് എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ആവശ്യത്തിന് ക്രീം കൊടുത്ത് നന്നായി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഫില്ലിങ്സ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കാം. അല്പം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ലെയറായിട്ട് റെഡ് വെൽവെറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. നന്നായി ഒന്ന് വെറ്റ് ചെയ്ത് ക്രീം കൊടുത്ത് ലെവൽ ചെയ്യാം. ഫില്ലിങ്സ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇടാം. ഫൈനൽ ലെയറായിട്ട് വാനില കേക്ക് കൂടി വെച്ച് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം കേക്ക് ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഫൈനലൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് എടുക്കുന്നത്. 1/2 മണിക്കൂർ കഴിഞ്ഞു കേക്ക് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫൈനലൈസിങ് ചെയ്ത് കൊടുക്കാം. ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ കേക്ക് ഫൈനൽ ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഈ കേക്കിൽ വരുന്ന ഡിസൈന് ഒരു കാർട്ടൂൺ തീമാണ്. ശിവ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്.
3 തരത്തിലുള്ള കളറാണ് ഞാൻ കേക്കിൻ്റെ സൈഡിൽ കൊടുക്കുന്നത്. യെല്ലോ കളറും ഗ്രീൻ കളറും ബ്ലൂ കളറും. അത് മൊത്തത്തിൽ ക്രീമിൽ കൊടുക്കാണ്ട് ഒരു പാലറ്റ് നൈഫ് കൊണ്ട് കേക്കിന് ചുറ്റും കൊടുക്കുക. എന്നിട്ട് ഒരു സ്ക്രേപ്പർ കൊണ്ട് സ്ക്രേപ്പ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്രീമിൽ മൊത്തത്തിൽ കളർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഫൈനൽ ഡെക്കറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫൈനൽ ലുക്ക് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.